നമസ്കാരം. ഇറാൻ അമേരിക്ക സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയെ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ കടുത്ത താക്കീതുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെയും സാമ്പത്തിക തകർച്ചയെയും ഒരു മറയാക്കി നിർത്തിക്കൊണ്ട് അവിടെ ഭരണമാറ്റം ലക്ഷ്യമിട്ടിട്ടുള്ള സൈനിക നീക്കങ്ങൾക്കാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. എന്നാൽ ഇറാനെതിരെയുള്ള ഏതൊരു സൈനിക നീക്കവും ലോകക്രമത്തെ അപ്പാടെ തകിടം മറിക്കുന്ന അതിഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകി. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ നയങ്ങളുടെ തുടർച്ചയായാണ് ഈ നീക്കങ്ങളെ റഷ്യ വിലയിരുത്തുന്നത്. ഇറാനെ അസ്ഥിരപ്പെടുത്തുന്നത് മേഖലയിലെ സമാധാനം തകർക്കുക മാത്രമല്ല, മറിച്ച് റഷ്യയുടെയും ചൈനയുടെയും സുരക്ഷാ താൽപര്യങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ കടന്നുകയറ്റം കൂടിയാണെന്നാണ് റഷ്യൻ പക്ഷം. റഷ്യയുടെ ഈ നിലപാടിനോട് സമാനമായ രീതിയിൽ തന്നെയാണ് ചൈനയും പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈന അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും ശക്തമായി എതിർക്കുന്നു. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യം വർദ്ധിക്കുന്നത് തങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക ചൈനയ്ക്കുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇറാൻ ജനതയ്ക്ക് സഹായം ഉടനെത്തും എന്ന പ്രസ്താവനയിലൂടെ വരാനിരിക്കുന്ന അധിനിവേശത്തിന്റെ വ്യക്തമായ സൂചനയാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ പുതിയ വിദേശ നയം അഥവാ ഡോൺറോ സിദ്ധാന്തം ഇറാനിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും വെനസ്വേലയിലും ഗ്രീൻലൻഡിലും വരെ അമേരിക്ക കണ്ണുവെക്കുന്നുണ്ടെന്നും റഷ്യ കുറ്റപ്പെടുത്തുന്നു. ഇതിനെതിരെ ഇറാൻ ഭരണകൂടം നൽകിയ കടുത്ത മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ റഷ്യയും രംഗത്തെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചലനങ്ങൾ ഉണ്ടാക്കി. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രതയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ അധിനിവേശം മറ്റൊരു ലിബിയയോ സിറിയയോ സൃഷ്ടിക്കുമെന്നും അത് യൂറോപ്പിലേക്ക് വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാകുമെന്നും അവർ ഭയപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളാകട്ടെ ഇറാന്റെ തകർച്ച തങ്ങളുടെ അതിർത്തികളിൽ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം അങ്ങേയറ്റം നിർണായകമായ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഇറാനിൽ ഏകദേശം 90,000-ഓളം ഇന്ത്യൻ പൗരന്മാർ ഉണ്ടെന്നത് ഇന്ത്യയുടെ പ്രാഥമിക ഉത്കണ്ഠയാണ്. അവിടെയുള്ള വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ എംബസി വഴി തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം നേരത്തെ തന്നെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചബഹാർ തുറമുഖം പോലുള്ള നയതന്ത്ര പ്രധാനമായ പദ്ധതികളിൽ ഇന്ത്യക്ക് വലിയ താല്പര്യങ്ങളുണ്ട്. മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വ്യാപാര പാത എന്ന നിലയിൽ ചബഹാർ ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. 2024 ഒപ്പുവെച്ച 10 വർഷത്തെ കരാർ അനുസരിച്ച് ഇന്ത്യ ഇവിടെ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഈ പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ പുതിയ പ്രഖ്യാപന പ്രകാരം ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ 25% അധിക നികുതി ഏർപ്പെടുത്തുമെന്ന ഭീഷണി ഇന്ത്യയെ സംബന്ധിച്ച് സാമ്പത്തികമായി കനത്ത പ്രഹരമായിരിക്കും. ഇതിനോടകം തന്നെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഏർപ്പെടുത്തിയ നികുതി ഭാരം ഇന്ത്യക്ക് മേലെയുണ്ട്. അതിന്റെ മുകളിൽ ഇറാനുമായുള്ള ചെറിയ തോതിലുള്ള വ്യാപാരത്തിന് കൂടി നികുതി ചുമത്തപ്പെടുന്നത് നമ്മുടെ കയറ്റുമതി മേഖലയെ, പ്രത്യേകിച്ച് ബസുമതി അരി, തേയില, മരുന്ന് നിർമ്മാണം എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചു വരുന്നതോടെ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന അവസ്ഥ സംജാതമാകും. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന്റെ 85% ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാൽ പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെ ഇടിക്കുകയും വിലക്കയറ്റത്തിന് വഴിവെക്കുകയും ചെയ്യും. സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് രൂപീകരിക്കുന്ന പുതിയ പ്രതിരോധ സഖ്യങ്ങൾ മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റുമ്പോൾ ഇന്ത്യക്ക് തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യയെ പോലൊരു കരുത്തുറ്റ പങ്കാളിയുടെ പിന്തുണ ആവശ്യമാണ്. റഷ്യയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ മേഖലയിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യം ഉണ്ടായാൽ അത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരത്തെ ബാധിക്കും. ചബഹാർ തുറമുഖവും ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറും സുരക്ഷിതമായി തുടരണമെങ്കിൽ ഇറാൻ അസ്ഥിരപ്പെടാൻ പാടില്ല. അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് റഷ്യയുമായും ഇറാനുമായും ശക്തമായ ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ അത്യാവശ്യമാണ്. ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി അമേരിക്കയുടെ യുദ്ധക്കൊതിയാണെന്ന് റഷ്യ വ്യക്തമാക്കുമ്പോൾ ഇന്ത്യയും ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ ആവശ്യമായ സമാധാന നീക്കങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അമേരിക്കൻ ഭീഷണികൾക്ക് മുമ്പിൽ ലോകം വിറച്ചു നിൽക്കുമ്പോൾ റഷ്യ നൽകുന്ന ഈ ശക്തമായ താക്കീത് ഇറാനിലെ നിഷ്കളങ്കരായ ജനങ്ങൾക്കും ആഗോള സാമ്പത്തിക സ്ഥിതിക്കും ഒരു ചെറിയ ആശ്വാസം നൽകുന്നതാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ നിലപാടുകളിൽ മാറ്റം വന്നില്ലെങ്കിൽ അത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് വഴിമാറും. ഇറാനിലെ ഇന്നത്തെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾക്ക് പിന്നിൽ അമേരിക്കയുടെ ഇടപെടലുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന വാദം ആഗോള രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ശക്തമാണ്. വെനസ്വേലയിൽ പ്രയോഗിച്ച അതേ തന്ത്രങ്ങൾ തന്നെയാണ് അമേരിക്ക ഇറാനിലും പയറ്റുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒരു രാജ്യത്തെ നേരിട്ടുള്ള യുദ്ധത്തിലൂടെ കീഴടക്കുന്നതിന് പകരം അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത്
ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടുന്ന രണ്ടാം ലോക മഹായുദ്ധാനന്തര അമേരിക്കൻ നയം ഇവിടെയും വ്യക്തമായി കാണാം. വെനസ്വേലയെ പോലെ തന്നെ ഇറാന്റെയും പ്രധാന വരുമാന മാർഗം എണ്ണയാണ്. ഇതിനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ഇത് നാണയപ്പെരുപ്പത്തിലേക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും നയിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ സ്വാഭാവികമായും ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ വരും. ഈ ജനകീയ രോഷത്തെ ഭരണമാറ്റത്തിനുള്ള അവസരമായി അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നു. വെനസ്വേലയിൽ നിക്കോളാസ് മഡ്യൂറോയുടെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ സാമ്പത്തിക ഉപരോധം ആയുധമാക്കിയ അതേ രീതി തന്നെയാണ് ഇറാനിലും പ്രയോഗിക്കപ്പെടുന്നത്. മാത്രമല്ല, ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും പേര് പറഞ്ഞാണ് ഇത്തരം ഇടപെടലുകൾ നടക്കുന്നതെങ്കിലും ഇതിന് പിന്നിൽ ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. മധ്യപൂർവേഷ്യയിൽ തങ്ങൾക്ക് വെല്ലുവിളിയാകുന്ന ഇറാൻ ഭരണകൂടത്തെ ഇല്ലാതാക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുക എന്നത് അമേരിക്കയുടെ കാലാകാലങ്ങളായുള്ള ലക്ഷ്യമാണ്. പാശ്ചാത്യ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇറാൻ വിരുദ്ധ വികാരം ലോകമെമ്പാടും പടർത്തുന്നതും ആഭ്യന്തര കലഹങ്ങൾക്ക് പരോക്ഷമായി പിന്തുണ നൽകുന്നതും ഇതിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ, ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ ഒരു ഘടകമാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെ ഊതി വീർപ്പിക്കുകയും രാജ്യം ഒരു തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതിൽ അമേരിക്കൻ മനോഭാവത്തിന് വലിയ പങ്കുണ്ട്. ഇറാൻ വിഷയത്തിൽ റഷ്യയുടെയും ചൈനയുടെയും സജീവമായ ഇടപെടൽ ഉണ്ടായാൽ അത് ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറും. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്ക് ഒരു തടയിടാൻ ഈ സഖ്യം രൂപപ്പെടുന്നതിലൂടെ സാധിക്കും. റഷ്യയുടെ ഇടപെടൽ പ്രധാനമായും സൈനികവും തന്ത്രപരവുമായ തലത്തിലായിരിക്കും. സിറിയൻ യുദ്ധത്തിൽ ബാഷർ അൽ അസദിനെ പിന്തുണച്ച് അമേരിക്കൻ നീക്കങ്ങളെ പരാജയപ്പെടുത്തിയ അതേ മാതൃക ഇറാനിലും റഷ്യ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇറാനുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ആധുനിക ആയുധങ്ങൾ കൈമാറുന്നതിലൂടെയും അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക ഭീഷണികളെ നേരിടാൻ ഇറാന് കരുത്ത് ലഭിക്കും. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായത് ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. മറുഭാഗത്ത് ചൈനയുടെ ഇടപെടൽ സാമ്പത്തികമായ ഒരു വലിയ കവചമായിരിക്കും ഇറാന് നൽകുക. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ലോക വിപണിയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഇറാന് ചൈനയുടെ വലിയ വിപണിയും നിക്ഷേപങ്ങളും ഒരു ജീവശ്വാസമാകും. ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ ചൈനയും ഇറാനും തയ്യാറായാൽ അമേരിക്കയുടെ ഉപരോധങ്ങൾ ഫലശൂന്യമാകും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ ഇറാന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഇറാൻ തകരാതെ നോക്കേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. ചുരുക്കത്തിൽ, അമേരിക്കയുടെ വെനസ്വേലൻ മോഡൽ തന്ത്രത്തിനെതിരെ റഷ്യയുടെ സൈനിക കരുത്തും ചൈനയുടെ സാമ്പത്തിക ശേഷിയും ഒന്നു ചേർന്നാൽ ലോകം ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് നീങ്ങും. ഇത് ഒരുപക്ഷെ അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് വലിയ വെല്ലുവിളിയാവുകയും മധ്യപൂർവേഷ്യയിൽ ഒരു ബഹുധ്രുവ ലോകക്രമം സൃഷ്ടിക്കുകയും ചെയ്യും. ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നത് അപ്പോഴും നിശ്ചയമില്ലെങ്കിലും അമേരിക്കയുടെ ആഗ്രഹം പോലെ ഒരു ഭരണമാറ്റം അത്ര എളുപ്പമാകില്ലെന്ന് ഉറപ്പാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.